ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ്, നെയ്സ് പത്തിരി ഉണ്ടല്ലോ അതാണ്. അപ്പം ഉമ്മച്ചി അവിടെ പത്തിരി ചുട്ടുകൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാന് ചൂടായി ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉള്ളിയും അത് വാടാനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി വാടിയതിന് ശേഷം ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിലിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക, മിക്സാക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ആദ്യം നമ്മൾ ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ബാക്കി ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുത്തതാണ്, കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മുട്ടയായിട്ട് ഞാൻ എടുക്കുന്നത്. 3 മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ നല്ല സെറ്റ് മുട്ട റോസ്റ്റ് റെഡിയായി. നന്നായിട്ട് മിക്സാക്കിയിട്ട് ആ ഒരു ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കുക. പിന്നെ ഇത് ബോട്ടി റോസ്റ്റ് ആട്ടോ, തലേ ദിവസം ഉണ്ടാക്കിയതായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനിതേ പത്തിരിയും നമ്മുടെ മുട്ട റോസ്റ്റും കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനുണ്ടാവും. അപ്പോൾ ഞാൻ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കിച്ചണെ. പിന്നെ ഇനി കുറച്ച് നേരത്തിന് നമ്മൾ റെസ്റ്റാണ് കാരണം അപ്പോൾ പിന്നെ ഒന്നും പണിയുണ്ടാവില്ല. പിന്നെ ഇന്ന് ഉച്ചക്ക് ഉപ്പച്ചിൻ്റെ വകയായിട്ടോ മീൻ പൊരിക്കണേ. അപ്പോൾ ആമൂറാട്ടോ മീൻ നന്നായിട്ട് ഇതാക്കിയിട്ട് ഉപ്പച്ചിക്ക് മസാല ഒക്കെ തേച്ച് അത് പൊരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പച്ചിൻ്റെ വകയാണെന്ന്. ഉമ്മച്ചി പൊരിച്ചിട്ട് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് ഇന്ന് ഉപ്പച്ചിൻ്റെ വക ആക്കുക. പിന്നെ ഈ പച്ചക്കറി അറിയാം, അതിൻ്റെ പേര് കൂസാന്നാട്ടോ, KUSA കൂസ. അപ്പോൾ അത് നമ്മുടെ ചിരങ്ങയൊക്കെ പോലെയാണ് അതിൻ്റെ ടേസ്റ്റ്, അങ്ങനത്തെ. അപ്പോൾ അത് വെച്ചിട്ട് മോര് കറി ആക്കിയിട്ടുണ്ട്, ആമൂറ് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തത്. ആമൂറ് ഇതേ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചി അതാക്കണ നേരം കൊണ്ട് ഇന്നെൻ്റെ നീരാടിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പോയി കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്ന് കറിയും മീനൊക്കെ ഉപ്പച്ചിൻ്റെ വകയായിരുന്നു കേട്ടോ, ഉപ്പച്ചിൻ്റെ റെസിപ്പി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഞാൻ ലാസ്റ്റ് ലുലു പോയ സമയത്ത് അവിടുന്ന് ഈ ഒരു ബണ്ണ് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കുകയാണ്. കുഴപ്പമില്ല, രസമുണ്ട്. അങ്ങനെ ചായയും ബണ്ണും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലക്കി വെച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഉണങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ മടക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു. പിന്നെ തോരയിടാനുള്ളതൊക്കെ മീൻസ് തിരുമ്പി വെച്ചൊക്കെ തോരയിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ വെച്ചത് ചിക്കന് പൊരിക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ബീഫ് ചില്ലി ആക്കൂല, അതേപോലെ ചിക്കന് ചില്ലി ആക്കിയിട്ട് പൊരിക്കുന്നുണ്ട്. ഇപ്പച്ചിയാണ് ആക്കണത്, ഇമ്മച്ചിയാണ് പൊരിക്കണത്. പിന്നെ അതേ ഞാൻ കൊണ്ടുവന്ന് വെച്ച ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ഇതിപ്പോൾ വെച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഒന്നായിട്ട് കൂട്ടി എല്ലാം കൂടെ ഇതാവും. ഇപ്പോൾ അപ്പം ഇങ്ങനെ മടക്കി വെച്ചാൽ വെട്ടം തീർന്നു. പിന്നെ അതേ സംഭവമായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സാധനം, എന്തോ സിമ്പിളായിട്ട് ആക്കിയതാണ്. പിന്നെ ആമൂസും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഡിന്നറ്. കുബൂസും ചിക്കൻ ചില്ലി അല്ല, എന്തൊരു പേര് പറയാമെന്നറിയില്ല, എന്തോ ഒരു സാധനം, ആമോസും. പിന്നെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാണ്ടിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു ദിവസമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.